വാർത്താരംഭം ആദ്യം ഇസ്രയേലിൽ നിന്നുള്ള ആ ദുഃഖവാർത്തയിലേക്കാണ്. ഇസ്രയേലിൽ മലയാളി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. കൊല്ലം സ്വദേശിയാണ് മരിച്ചത്. ലെബനൻ ആക്രമണത്തിൽ ആണ് കൊല്ലം സ്വദേശി മരിച്ചത് എന്നുള്ളതാണ് വിവരം. 2 മലയാളികൾ അടക്കം 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും രഞ്ജിത്ത് രാമചന്ദ്രനാണ്. രഞ്ജിത്ത്, എപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്? ഈ മരണവുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം ഈ കൊല്ലത്തെ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, നമുക്കറിയാം കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളികളുണ്ട് ഇസ്രായേലിൽ. കൂടുതലും കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇസ്രായേലിലുള്ള മലയാളികൾ എന്ന വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ കാർഷിക മേഖലയിൽ ലീലി ഫിംഗറിൽ മോഷാവ് എന്ന സ്ഥലത്ത് ജോലി ചെയ്തിരുന്ന മലയാളിയായ കൊല്ലം സ്വദേശിയാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. നിബിൻ മാക്സ്വെൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നാട്ടിൽ ഇതിനകം ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചു കഴിഞ്ഞു. കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വിവരം ലഭിച്ചു കഴിഞ്ഞു. ഇവരടക്കം 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റ 2 പേർ മലയാളികൾ എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഈ 7 പേരിൽ ഒരാളുടെ നില കൂടി ഗുരുതരമാണ്. അതിൽ മലയാളി ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വിവരം. നമുക്കറിയാം, നേരത്തെ 2 വർഷങ്ങൾക്ക് മുൻപ് അഷ്കലോണിൽ ഹമാസ് നടത്തിയ ഒരു ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു. അവിടെ മലയാളി യുവതിക്ക്, അതായത് ഇടുക്കി കീരിത്തോട് സ്വദേശി സൗമ്യ സന്തോഷ് കൊല്ലപ്പെട്ട വാർത്ത മലയാളി ഏറ്റവും ദുഃഖത്തോടു കൂടിയാണ് കേട്ടത്, ആശങ്കയോടെയാണ് കേട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം ഇതിന്റെ ഒരു കൂടുതൽ ആളുകൾ ആരെങ്കിലും ഈ ആക്രമണത്തിൽ ഇവർക്ക് ഗുരുതരമായ പരിക്കുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ട സാഹചര്യം കൂടിയുണ്ട്. 5ാം മാസത്തിലേക്ക് ഇപ്പോഴും യുദ്ധം കടക്കുമ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് അറുതിയായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഹായധനങ്ങൾ നിറച്ച ട്രക്കിന് നേരെ അടക്കം ആക്രമണം ഉണ്ടായത് സമീപ ദിവസങ്ങളിലാണ്. 104 പലസ്തീൻകാർ കൊല്ലപ്പെട്ടൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിതത്വം ഇസ്രായേലിൽ പോലും എത്രത്തോളമുണ്ട്. ഈ അയൺ ഡോം എന്നൊക്കെ ഇസ്രായേലിൽ വലിയ വീരവാദം മുഴക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനെ പോലും ഭേദിച്ചുള്ള ആക്രമണ സംഭവങ്ങൾ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. യുദ്ധം ഇപ്പോഴും രക്തരൂക്ഷിതമായി തുടരുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. നിരവധി പലസ്തീൻകാർ കൊല്ലപ്പെട്ട പശ്ചാത്തലം ദുഃഖത്തോടു കൂടിയാണ് കേൾക്കുന്നത്. സാധാരണക്കാർ, നിരപരാധികളായ ഒരുപാട് ആളുകൾ പട്ടിണി കിടന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും മരിക്കുന്ന പശ്ചാത്തലം അവിടെയുണ്ട്. അവിടെയാണ് മലയാളിക്ക് കൂടി ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ, അവിടെ ജോലി ചെയ്യുന്ന മലയാളിക്ക് കൂടി ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരമുള്ള സംഭവങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഇത് ഏതായാലും ഹമാസുകൾ ബന്ദികളാക്കിയ ആളുകൾ പോലും ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിലുണ്ട്. ഏതാണ്ട് 250ഓളം പേരിൽ എത്ര പേർ ജീവനോടെ ബാക്കിയുണ്ട് എന്ന സംശയമൊക്കെ ഇപ്പോഴും ഉയരുന്ന പശ്ചാത്തലം ഉണ്ട്. 120ഓളം പേരെ മോചിപ്പിച്ചിരുന്നു. 130 പേരിൽ 31ഓളം ആളുകൾ ഇസ്രായേലിന്റെ തന്നെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ ഹമാസ് പുറത്തുവിട്ട സാഹചര്യമുണ്ട്. ഏതായാലും ആശങ്കാജനകമായ സാഹചര്യം ഇസ്രായേലിൽ തുടരുകയാണ് എന്നുള്ളതാണ്. ഈ മൃതദേഹമടക്കം നാട്ടിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തി വരികയാണ്. കൊല്ലം MP NK പ്രേമേന്ദ്രൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് വിദേശകാര്യ മന്ത്രാലയവുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. ഏതായാലും ആശങ്കാജനകമാണ് ഇസ്രായേലിലെ സാഹചര്യം. അഭിലാഷ്, തീർച്ചയായും ആശങ്കാജനകമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇസ്രായേലിൽ ഹമാസുമായി ബന്ധപ്പെട്ട ആക്രമണം നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ലെബനനിൽ നിന്നുള്ള ആക്രമണം തുടരുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഈ കൊല്ലം സ്വദേശിയാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം MP-യുടെ ഇടപെടൽ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. എംബസി മുഖാന്തിരം മാത്രമായിരിക്കും മൃതദേഹം അടക്കം ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അതിന് ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം. അതേസമയം തന്നെ ഈ വാർത്തയോട് ചേർത്ത് വെക്കേണ്ട ഒന്ന്, ഗാസയിൽ സംഘർഷം തുടരുന്നതിനിടെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ബെന്നി ഗസ്റ്റഡുമായി US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിന് ഇസ്രായേലിന്റെ നിലപാടുകൾ വിഘാതം ആകുന്നതിൽ അമേരിക്ക എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഈ യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിക്കണം എന്ന് കമല ഹാരിസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ആവശ്യമെല്ലാം തള്ളുന്ന സാഹചര്യമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ വലിയ തോതിലുള്ള ആക്രമണം തുടർന്നു എന്നാണ് അറിയുന്നത്. ഇതിൽ 124 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പലസ്തീൻ വ്യക്തമാക്കിയിട്ടുള്ളത്.